സരസ്വതി വിദ്യാമന്ദിർ നന്മിണ്ട രാമായണ മാസാചരണം 6-ാം ദിവസം. ഇന്നത്തെ രാമായണ സന്ദേശം നൽകുന്നു ജന്മഭൂമി ദിനപത്രം ഡെപ്യൂട്ടി എഡിറ്ററായ ശ്രീ കാവാലം ശശികുമാർ. എല്ലാവർക്കും നമസ്കാരം. രാമായണ മാസ ആചരണവേളയിൽ എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രാമായണത്തിൽ അയോധ്യാകാന്ഡത്തിൽ ശ്രീരാമൻ അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം വനവാസത്തിന് പോകുന്നതിന് മുമ്പ് പറയുന്ന ഒരു ഭാഗം അധ്യാത്മരാമായണത്തിൽ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ഇങ്ങനെ വർണ്ണിക്കുന്നു. സത്യത്തെ ലംഘിക്കയിൽ ഒരു നാളും ഞാൻ, ചിത്തേ വിഷാദമുണ്ടാകായികതുമൂലം, കാലവിളംബനമെന്തിനെന്നല്ലല്ലീ മൂലമതിനും ഉണ്ടതും പറഞ്ഞിടുവൻ. കാലാവലോകനം കാര്യസാധ്യം നൃണാം, കാലസ്വരൂപനല്ലോ പരമേശ്വരൻ. പ്രാരബ്ധകർമ്മ ഫലൗഘക്ഷയം വരുന്നേരത്തൊഴിഞ്ഞ് മറ്റാവതെല്ലാർക്കുമേ. കാരണമാത്രം പുരുഷപ്രയാസമെന്നാരും അറിയാതിരിക്കയുമില്ലല്ലോ. നാളെ വനത്തിനു പോകുന്നതുണ്ടു ഞാൻ, നാളീകലോചനൻ പാദങ്ങൾ തന്നാണെ. പിന്നെ ചതുർദശ സംവത്സരം വനം തന്നിൽ മുനിവേഷമൂട് വാണിടുവൻ. രാമായണം എന്നല്ല, ഭാഗവതമാകട്ടെ ഭഗവത്ഗീതയാകട്ടെ ഏത് പുണ്യ ഗ്രന്ഥങ്ങൾ ആവട്ടെ, അവ വായിക്കുന്നതിന് ഒരു പ്രേരണയുണ്ട്, അതിനൊരു ലക്ഷ്യമുണ്ട്. പുസ്തകങ്ങളെ പൂജിക്കുക മാത്രമല്ല, പുസ്തകങ്ങളുടെ ഉള്ളടക്കങ്ങളെ ഉള്ളിലാക്കുക കൂടി വേണം എന്നുള്ളതാണ് വാസ്തവം. നമുക്ക് മലയാളികൾക്ക് ഒക്ടോബർ മാസത്തിലെ വിജയദശമി ദിനത്തിൽ മറ്റു സ്ഥലങ്ങളിൽ ആയുധ പൂജയാണെങ്കിൽ നാം ഇവിടെ അതിനെ വിദ്യാദേവിയെ പൂജിക്കുന്നു. വിദ്യാദേവിയുടെ പൂജയുടെ പ്രതീകമായി നാം പുസ്തകങ്ങളെയാണ് പൂജിക്കുന്നത്. പുസ്തകങ്ങളെ പൂജിക്കുക എന്ന് പറയുമ്പോൾ പുസ്തകത്തിനെ അല്ല പൂജിക്കുന്നത്, അച്ചടിച്ച പുസ്തകത്തിനെയല്ല പൂജിക്കുന്നത്, ആ പുസ്തകത്തിനുള്ളിലുള്ള അറിവിനെയാണ് പൂജിക്കുന്നത്, വിദ്യയെയാണ് പൂജിക്കുന്നത്. നമുക്ക് അറിയുവാൻ വേണ്ടി ഉള്ള ആഗ്രഹം ജനിപ്പിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് നാം അത് ചെയ്യുന്നത്. എന്നാൽ ഇപ്പോൾ രാമായണ മാസ ആചരണത്തിൽ രാമായണ പാരായണം പോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ, അല്ലെങ്കിൽ സാധാരണ ദിവസങ്ങളിൽ പുണ്യ പുരാണ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ ഉദ്ദേശ്യം, അതിൻ്റെ ഉള്ളടക്കം നാം മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നുകൂടിയാണ്. അപ്പോൾ എന്തിനാണ് പുസ്തകം വായിക്കുന്നത്, എന്തിനാണ് ഗ്രന്ഥം വായിക്കുന്നത്, എന്തിനാണ് രാമായണം വായിക്കുന്നത്, എന്തിനാണ് പുണ്യ ഗ്രന്ഥങ്ങൾ വായിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അതെങ്ങനെയാണ് വായിക്കേണ്ടതെന്നും. വാസ്തവത്തിൽ ശക്തിയും യുക്തിയുമാണ് വ്യക്തികളെ നയിക്കുന്നത്. അതാണ് സമൂഹത്തിൻ്റെ ഗതി നിശ്ചയിക്കുന്നത്. സ്വാഭാവികമായും അത് ഏത് ഭൂപ്രദേശത്തിൻ്റെയും പുരോഗതിക്കും വികസനത്തിനും അടിസ്ഥാനമാണ്. ഈ പറഞ്ഞത് ശാസ്ത്രവുമാണ്. ശാസ്ത്രവും കലയും ജീവിതവും തമ്മിൽ ഇഴപിരിഞ്ഞു കിടക്കുന്നു. ശാസ്ത്രം യുക്തിഭരിതവും കല സാങ്കല്പികവുമാണ്, സങ്കല്പസങ്കലിതവുമാണ്. ഇത് രണ്ടും ചേരാതെ ജീവിതം സാധ്യവുമല്ല. ശാസ്ത്രചിന്തകർ പോലും പറയാറുണ്ട്, നിങ്ങൾ സങ്കല്പിക്കുക, സ്വപ്നം കാണുക, അത് യാഥാർത്ഥ്യമാക്കുക എന്ന്. സങ്കല്പിക്കുന്നത് കലയാണ്. അതായത് ശാസ്ത്രീയതയെ ശക്തിയും ഉണ്ടെങ്കിലും സങ്കല്പിക്കാൻ കഴിവില്ലാത്തിടത്ത് വിവേചനങ്ങൾ ഇല്ലാതെ പോകും, വകതിരിവില്ലാതെയാകും. ചിലർ ചെന്നു ചാടുന്ന അബദ്ധങ്ങൾ കാണുമ്പോൾ ഇയാൾ എന്തൊരു മണ്ടനാണ് തോന്നുന്നതും പറയുന്നതും ആ സങ്കല്പനം അയാളിൽ ഇല്ലാത്തത് കൊണ്ടാണ്. എന്നാൽ ഇതിനെല്ലാം അടിസ്ഥാനം വിശ്വാസവും ആത്മവിശ്വാസവുമാണ്. അതിന് നേർബുദ്ധിയെന്ന് പേരിട്ട് വിളിച്ചാലും തെറ്റില്ല. ആ നേർബുദ്ധി പ്രമാണങ്ങളിലൂടെയും ഉദാഹരണങ്ങളിലൂടെയുമാണ് നാം ആർജിക്കുന്നത്. അനുഭവിച്ചവരിൽ നിന്ന് പഠിക്കുന്നതാണ് ബുദ്ധി. ചില കാര്യങ്ങൾ നമുക്ക് അനുഭവിച്ച് പഠിക്കാൻ പറ്റുന്നതല്ലല്ലോ. അത്തരം പഠനങ്ങൾക്ക് അവസരം ഒരുക്കുന്നതാണ് ഗ്രന്ഥങ്ങളുടെ പാരായണങ്ങൾ. ഏത് പുസ്തകവും അതിൻ്റെ ഉള്ളടക്കവും ഘടനയും രീതിയും ശൈലിയും കൊണ്ട് വായനക്കാരനെ സ്വാധീനിക്കും. അങ്ങനെ അനേക കോടി ജനാവലിയെ സഹസ്രാബ്ദങ്ങളായി സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന ഗ്രന്ഥമാണ് രാമായണം എന്ന ഇതിഹാസ ഗ്രന്ഥം. രാമായണങ്ങൾ എന്ന് വേണം വാസ്തവത്തിൽ പറയാൻ. ആദികാവ്യമായ വാൽമീകി രാമായണം, അതിനെ ആധാരമാക്കി എഴുതപ്പെട്ട പല ഭാഷകളിൽ, പല രാജ്യങ്ങളിൽ, ഗോത്രങ്ങളിൽ, വംശങ്ങളിൽ പ്രചരിച്ചിട്ടുള്ള രാമായണങ്ങളുണ്ട്.
ഓരോ കാലത്തിനനുസരിച്ച് പ്രദേശത്തിനനുസരിച്ച് രാമായണ കഥാകഥനവും വ്യാഖ്യാന ഭേദവുമാണ് രാമായണത്തെ അത്രമാത്രം ലോകവ്യാപകമാക്കുന്നത്. ശാസ്ത്രത്തോട് ആഭിമുഖ്യം തോന്നുന്നത് അതിൽ വിശ്വാസമുണ്ടാകുന്നത് കൊണ്ടാണ്. ഭൗതികമായ നേട്ടങ്ങൾ ഏറെ ഉണ്ടാകുമ്പോഴും ആത്മീയമായ ശാന്തി, മനഃശാന്തി, മനഃസുഖം ഉണ്ടാകാത്ത അവസ്ഥയിൽ നമുക്ക് വേദനിക്കുന്ന കോടീശ്വരനാകാനേ കഴിയൂ. ആത്മീയ സുഖം, ആശ്വാസം ആർജിക്കുവാൻ കഴിയുന്നതിന് സഹായം ശാസ്ത്രമാണെങ്കിൽ അത് ആർജിച്ചു കൊള്ളുക. പകരം വിശ്വാസവും അതിനാധാരമായ ഭക്തിയുമാണെങ്കിൽ അതും സ്വീകരിക്കുക. ശാസ്ത്രത്തോട് തോന്നുന്ന കടുത്ത വിശ്വാസവും ഒരർത്ഥത്തിൽ ഭക്തി തന്നെയാണ്. ഭക്തിക്ക് ആരാധനയുണ്ട്, ആ ആരാധനയ്ക്ക് ഒരു ക്രമമുണ്ട്, അതിനൊരു ആചാര പദ്ധതിയുണ്ട് എന്ന് മാത്രം. ആരാധനാമൂർത്തിയുടെ വിഗ്രഹത്തിൽ കർപ്പൂരമൊഴിയുമ്പോൾ അത് സ്വന്തം കൈവെള്ളയിൽ കത്തിച്ച് ചെയ്യുവാതിരിക്കുവാൻ ഉള്ള ബോധം നമുക്കുണ്ടാകുന്നത് അത് കൈപൊള്ളുമെന്ന ശാസ്ത്രബോധം കൊണ്ടാണ്, ശാസ്ത്രജ്ഞാനം കൊണ്ടാണ്. അതായത് വിശ്വാസികൾക്ക് ശാസ്ത്രജ്ഞാനം ഇല്ല എന്നല്ല അർത്ഥം. ആ വാദം തെറ്റാണ്. അവർക്ക് തന്നേക്കാൾ കരുത്തുള്ള മറ്റൊരു ശക്തിയുണ്ട് പ്രപഞ്ചത്തിൽ എന്ന അവരുടെ ഒരു യുക്തിയുണ്ട്. ആ യുക്തി അവർക്ക് അനുഭവശാസ്ത്രം കൊണ്ട് ബോധ്യമാകുന്നതിനാൽ അതിനെ ആരാധിക്കുന്നു, അതിനുള്ള അനുഷ്ഠാനങ്ങൾ പാലിക്കുന്നു എന്ന് മാത്രം. അതാണ് ഭേദം. അപ്പോൾ ഗ്രന്ഥങ്ങൾ, അത് രാമായണമാകട്ടെ ഭാഗവതമാകട്ടെ, എന്തിനു വായിക്കണം എന്നതാണ് ചോദ്യം. ഗ്രന്ഥങ്ങൾ പൂജിക്കാനുള്ളതല്ല, പൂജിക്കാനുള്ളത് മാത്രമല്ല, അതിൻ്റെ അന്തരാത്മാവിനെ, അത് പ്രചരിപ്പിക്കുന്ന ആശയത്തെ ഉൾക്കൊള്ളാനാണ് നാം ശ്രമിക്കേണ്ടത്. നല്ല ഗ്രന്ഥങ്ങൾ സംസ്കാരം പഠിപ്പിക്കുന്നു. പുണ്യഗ്രന്ഥങ്ങൾ ധർമ്മമൂല്യവും ബോധനം ചെയ്യിക്കുന്നു. പുണ്യവും പാപവും രക്ഷയും ശിക്ഷയും തിരിച്ചറിയുന്ന മൂല്യബോധം തരുന്നു. അങ്ങനെ ഒരു രാജ്യം എങ്ങനെ നന്നാകാം, അതിൽ എങ്ങനെ സമൂഹം പങ്കാളിയാകാം, ആ സമൂഹത്തിലെ നിയന്ത്രിക്കുന്ന വ്യക്തിക്ക് എങ്ങനെ അതിൽ പങ്കുവഹിക്കാം എന്ന് പഠിപ്പിക്കുന്ന വലിയ പ്രവർത്തനത്തിന് അടിസ്ഥാന ഘടകമായി വ്യക്തിയാണ് ഉള്ളത്. അങ്ങനെ ആ വ്യക്തിയെ എങ്ങനെ മികച്ചയാളാക്കാം എന്ന് പഠിപ്പിക്കുന്നത് ആണ് രാമായണം പോലെയുള്ള, രാമകഥ പോലെയുള്ള മൂല്യബോധം തരുന്ന ഗ്രന്ഥങ്ങൾ. അതാണ് രാമായണത്തിൻ്റെ എക്കാലത്തെയും പ്രസക്തി. വ്യക്തി ബോധവാനും ധർമ്മവാനും മൂല്യവാനുമായാൽ വീടും സമൂഹവും രാജ്യവും ഭദ്രമാകും. അതാണ് രാമനിലൂടെ രാമരാജ്യത്തിലേക്കുള്ള വഴി. കോന്നസ്മിൻ സമ്മർദ്ദം ലോകി ഗുണവാൻ കശ്ച വീര്യവാൻ തഥാപി മമ സർവസ്വം രാമ കമലലോചന എന്ന് ശ്രീ നാരദ മഹർഷിയും വാൽമീകി മുനിയും തമ്മിലുണ്ടായ സംഭാഷണത്തിൽ നിന്നാണ് വാൽമീകിയുടെ ഭാവനയിൽ നിന്ന്, വാൽമീകിയുടെ സർഗക്രിയയിൽ നിന്ന് ശ്രീരാമായണം ഉണ്ടാകുന്നത്. വാൽമീകി ചിതൽപുറ്റിനുള്ളിൽ തപസ്സനുഷ്ഠിച്ച് ആത്മബോധം നേടി. ആ ബോധത്തിൻ്റെ നിലാവാണ് നമുക്ക് കിട്ടിയ ആദികാവ്യം. അദ്ദേഹം സ്വന്തം കുലത്തിലുള്ള അനാചാരങ്ങളെയും സ്വന്തം കുലത്തിലുള്ള തെറ്റുകളെയും തിരുത്തുവാൻ ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ ചോദ്യം ചെയ്യുവാൻ തയ്യാറായി. അതുകൊണ്ടാണ് ഇര തേടി നടന്ന വേടൻ ഇണക്കിളികളിൽ ഒന്നിനെ കൊന്ന് എഴുതി വീഴ്ത്തിയപ്പോൾ മാനിഷാദ എന്ന് പറയുവാൻ വാൽമീകിക്ക് കഴിഞ്ഞത്. അതിലൂടെ ആദി കവിത കിട്ടി. അതിൽ നിന്ന് ആദി കാവ്യവും നമുക്ക് ഉണ്ടായി. ഏത് സാഹചര്യത്തിലും ജീവിച്ച് ധർമ്മത്തിൽ ഉറച്ച കർമ്മം ചെയ്ത് വിജയം നേടിയ ആളാണ് ശ്രീരാമൻ. ആ ശ്രീരാമൻ്റെ ജീവിതം അത് നമ്മൾക്ക് പഠിക്കാനുള്ളതാണ് രാമായണം വഴി. സുഖസൗകര്യങ്ങൾ ഏറെ ഉണ്ടായിരുന്ന ബാല്യം, ആ ബാല്യകാലത്ത് തൻ്റെ ധർമ്മം, രാജധർമ്മം എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുകയാണ്, അത് പഠിക്കുകയാണ്. സ്വന്തം രാജ്യത്തെ സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള ആയുധബലം നേടുകയാണ്, അത് പരിശീലിക്കുകയാണെന്ന് തിരിച്ചറിഞ്ഞ് ആ ധർമ്മബോധത്തിൽ അദ്ദേഹം ശീലങ്ങൾ ശീലിച്ചു. ആ കൊട്ടാരത്തിൽ 3 അമ്മമാരുണ്ടായിരുന്ന ആ കൊട്ടാരത്തിൽ ശ്രീരാമൻ എൻ്റെ മകനാണ്, എൻ്റെ അമ്മയാണ് ഓരോരുത്തരും എന്ന് പറയാൻ പറ്റുന്ന ഒരു കുടുംബ ബന്ധം അത് ആവിഷ്കരിക്കുന്നു രാമായണത്തിൽ. അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പകർത്താവുന്ന ഒരു കാര്യമാണ്. എൻ്റെ അച്ഛനാണ് എല്ലാം എന്ന് തിരിച്ചറിഞ്ഞ് അച്ഛൻ പറയുന്ന കാര്യങ്ങൾ അപ്പടി അനുസരിക്കുന്ന ഉത്തമ മാതൃകയായിരുന്നു ശ്രീരാമൻ. ധാർമ്മികാചാര്യനായ വിശ്വാമിത്രൻ്റെ മഹർഷിയുടെ കൂടെ വളരെ കുട്ടിക്കാലത്ത് തന്നെ യാഗസംരക്ഷണത്തിന് കാട്ടിലേക്ക് അയക്കുവാൻ അച്ഛൻ നിശ്ചയിച്ചപ്പോൾ ആ മഹർഷിയുടെ കൂടെ ഇറങ്ങിത്തിരിച്ച് തൻ്റെ ധർമ്മബോധത്തിൽ അധിഷ്ഠിതമായ ജീവിത രീതി കൊണ്ട് അത് അനുഷ്ഠിച്ച് ശ്രീരാമൻ കാട്ടിൽ സ്വധർമ്മം തിരിച്ചറിഞ്ഞ് കർമ്മം ചെയ്ത് ധർമ്മത്തെ പുനഃസ്ഥാപിച്ചു. ശ്രീരാമൻ ഗുരുവിൻ്റെ ഉപദേശപ്രകാരം മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലെത്തി ത്രയംബകം വില്ല് കുലച്ച് സീതയെ വേൾക്കുവാനുള്ള
സീതയെ വിവാഹം ചെയ്യുവാനുള്ള യോഗ്യത നേടിക്കഴിഞ്ഞപ്പോൾ അപ്പോഴും മുനിയുടെ അനുമതി നേടി എല്ലാം ശേഷമാണ് ശ്രീരാമൻ അത് ചെയ്തത്. അച്ഛൻ അനുഗ്രഹിച്ച് അയച്ചത് ഏത് ഗുരുവിൻ്റെ കൂടെയാണോ ആ ഗുരുവിൻ്റെ വാക്കുകൾ അച്ഛൻ്റെ വാക്കിന് തുല്യമായതുകൊണ്ടാണ് ശ്രീരാമൻ അത് ചെയ്തത്. മഹർഷിയുടെ ആ അനുമതി നേടുന്ന ആ ശ്രീരാമൻ അത് ധർമ്മ മര്യാദയാണ് അദ്ദേഹം അവിടെ കാണിക്കുന്നത്. ഒരവതാരം മനുഷ്യ ആകാരം പൂണ്ട് വികാരവും മനുഷ്യനെ പോലെ ആവിഷ്കരിച്ച് ശ്രീരാമൻ അച്ഛൻ്റെ ധർമ്മം പാലിക്കുവാൻ നടത്തിയ വനയാത്ര. ആ വനയാത്ര ജീവിതം മുഴുവൻ പ്രതിസന്ധിയായിരുന്നു ശ്രീരാമൻ്റേത്. യുദ്ധങ്ങൾ, ഏറ്റുമുട്ടലുകൾ, ഭാര്യയെ നഷ്ടപ്പെടൽ, സഹായം അഭ്യർത്ഥിച്ച് കാട്ടിൽ അലയൽ, ഗുഹനുമായി ഉള്ള സൗഹാർദ്ദം, ജടായുവും സമ്പാദിയുമായുള്ള സൗഹാർദ്ദം, ഹനുമാനും സുഗ്രീവനുമായുള്ള സൗഹാർദ്ദം, വിഭീഷണനുമായുള്ള സൗഹാർദ്ദം, അങ്ങനെ സൗഹാർദ്ദങ്ങളുടെ കഥ പറയുന്ന രാമായണം. ഒപ്പം തന്നെ സ്വന്തം ധർമ്മം തിരിച്ചറിഞ്ഞ് ആ ധർമ്മത്തിൽ അധിഷ്ഠിതമായ കർമ്മങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ട് സ്വജീവിതം ഒഴിഞ്ഞുവെച്ച ശ്രീരാമൻ. സഹോദരൻ ഭരതൻ, ആ ഭരതൻ ജ്യേഷ്ഠന് കിട്ടിയ ജ്യേഷ്ഠൻ്റെ അർഹതപ്പെട്ട അധികാരം തനിക്ക് വന്നു ചേർന്നപ്പോൾ അതിനി ഒരിക്കലും കൈവിട്ട് കൊടുക്കില്ല എന്ന് തീരുമാനിച്ച് നടത്തുന്ന ഇക്കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനം പോലെ ആയിരുന്നില്ല അന്ന് ഉണ്ടായിരുന്നത്. അത് സ്വന്തം ജ്യേഷ്ഠന് വേണ്ടിയിട്ട് ആ സിംഹാസനത്തിൽ ഇരിക്കുക പോലും ചെയ്യാതെ സ്വന്തം ജ്യേഷ്ഠൻ്റെ യശസ് പരമാവധി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഭാരം ചുമന്ന ഭരതം എന്ന അനുജൻ. ഇങ്ങനെ സൗഹാർദ്ദത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ സന്ദേശം നൽകുന്ന ഗ്രന്ഥമാണ് ശ്രീരാമായണം. രാമായണം മാത്രമല്ല, രാമായണ പോലെയുള്ള എല്ലാ പുണ്യഗ്രന്ഥങ്ങളും ഈ തരത്തിലുള്ള അനുഭവ സന്ദേശങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. ആ സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എത്രമാത്രം ഉൾക്കൊള്ളുവാൻ കഴിയും, എത്രമാത്രം പ്രാവർത്തികമാക്കുവാൻ കഴിയും, എത്രമാത്രം അതനുസരിച്ച് ശീലിച്ച് ജീവിക്കുവാൻ കഴിയും എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ വ്യക്തിത്വം വ്യക്തമാകുന്നത്. നമുക്ക് ഇനി രാമായണ സന്ധ്യകളാണ്. നമുക്ക് രാമായണ സന്ധ്യകൾ മാത്രമല്ല, രാമായണ ദിനങ്ങൾ, രാമായണ പകലുകൾ, രാമായണ നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ധാരാളം ഉണ്ടാവട്ടെ. അങ്ങനെ നമ്മുടെ ജീവിതം രാമായണം ആയിത്തീരട്ടെ, രാവിനെ മായ്ക്കുന്നതായി തീരട്ടെ. അങ്ങനെ സങ്കല്പങ്ങൾക്ക്, സ്വപ്നങ്ങൾക്ക്, സംഭാഷണത്തിന്, സന്തോഷണത്തിന് ശ്രീരാമൻ്റെ ജീവിത മാർഗത്തിൽ നമുക്ക് സഞ്ചരിക്കാം. അങ്ങനെ രാമായണ വ്യാഖ്യാനങ്ങൾ ധാരാളം ഉണ്ടാകട്ടെ. അതിൽ നിങ്ങളും പങ്കാളികളാകട്ടെ. അതിനുവേണ്ടി നിങ്ങൾക്ക് അവസരമുണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രാമായണ ദിനത്തിൽ ഞാൻ എൻ്റെ സന്ദേശം അവസാനിപ്പിക്കുന്നു. നമസ്കാരം.